കേരളത്തെ ഞെട്ടിച്ച ഗോപൻ സ്വാമി സമാധി വിവാദത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയും സബ് കളക്ടർ ഒ വി ആൽഫ്രഡും എന്നോടൊപ്പം ചേരുകയാണ്. മാഡം, കേരളത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു വിവാദം, ഒരാളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിവാദം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ അകത്തൊരു കമ്മ്യൂണൽ എലമെന്റ്സ് ഒക്കെ കടന്നു വരുന്ന സാഹചര്യമുണ്ടായി. വളരെ അവധാനത്തോടെയായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അവിടെ എത്രമാത്രം ജാഗ്രതയോടെയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആയിരുന്നു. ഒരു അൺനാച്ചുറൽ ഡെത്ത് എന്ന രീതിയായിട്ട് നമുക്ക് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അതിനുശേഷം അതിന്റെ അന്വേഷണത്തിന് ചുമതല നമ്മുടെ സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന് കൊടുത്തിരുന്നു. കൂടാതെ പോലീസ് അടുത്ത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാ നടപടി എടുത്തു. ആദ്യം പ്രാവശ്യം പോയപ്പോൾ എല്ലാവർക്കും അറിയാം, ചില ലോക്കൽ പ്രൊട്ടസ്റ്റ് പോലെയായിരുന്നു. ആൾക്കാരെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെ അത് സംഭവം പ്രശ്നമല്ല, അതുകൊണ്ട് നമുക്കത് ഡിസെന്റർ ചെയ്യാനുള്ള ആവശ്യമില്ല ആയിരുന്നു അവരുടെ ചിന്താഗതി. കുറച്ച് ആൾക്കാരെ അതിൽ സംശയമുണ്ട്, എന്തിനെ ആൾക്കാരെ കാണിച്ചില്ല ബോഡി, അതൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ദിസ് വാസ് എ കേസ് ഓഫ് അൺനാച്ചുറൽ ഡെത്ത്. മാത്രമല്ല, പിന്നീട് കോടതി കൂടി സഹായിച്ചു. കോടതി പറഞ്ഞു നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ അന്വേഷണം ചെയ്തിട്ട് സത്യം എന്താണ് എന്ന് അറിയാനുള്ള നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഈ പ്രശ്നം ഇങ്ങനൊരു രമ്യമായി പരിഹരിക്കില്ല. അത് തീരെയല്ല. ആദ്യം പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആക്കാനുള്ള സാധ്യത നോക്കിയിട്ട് അതിലേക്ക് പോകാനുള്ള ആഗ്രഹം ഇല്ലായിരുന്നു. സമാധാനമായിട്ട് ശാന്തതായിട്ട് നമുക്ക് പൂർണ്ണ കാര്യം ചെയ്യണം എന്ന ഉദ്ദേശം മാത്രമുണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി ആൻഡ് ലോക്കൽ ഇഷ്യൂ ആക്കാതെ രീതിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആ ദിവസം നിർത്തി തിരിച്ചു വന്നു. പിന്നീട് കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തിട്ട് സമാധാനമായിട്ട് 2-3 ദിവസ ശേഷം നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി. സോ നമ്മുടെ സബ് കളക്ടർ അത് വളരെ ഗൗരവത്തോടെ എഫിഷ്യന്റ് ആയിട്ട് അത് നേതൃത്വം നൽകി. അദ്ദേഹം പക്ഷേ ഇതുവരെ ഞങ്ങളോട് ആരോടും മനസ്സ് തുറക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് മേഡത്തോട് ഒരിക്കൽ കൂടി ചോദിക്കുന്നത്, ഈ പ്രശ്നം ഇങ്ങനെയൊരു പരിഹാരത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രതിഷേധവുമായി വന്നവരെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അതായത് ഇത് ഈ പൊളിക്കാതെ നിവൃത്തിയില്ല എന്ന കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നടത്തിയ നീക്കം എന്തായാലും? അതിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. സബ് കളക്ടർ, പോലീസ് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് ധാരണ കൊടുത്തു. രണ്ടാമത്തെ കാര്യം, കോടതിയുടെ ഉത്തരം വന്നതിന് ശേഷം ആൾക്കാരുടെ പ്രൊട്ടസ്റ്റ് സംശയം അത് താഴെ പോയി. സോ 2 കാര്യങ്ങൾ നമുക്ക് സഹായിച്ചു. വളരെയധികം നന്ദി പ്രതികരണത്തിൽ. എന്തായാലും കേരളത്തെ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ച ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിലാണ് ആദ്യമായി ജില്ലാ കളക്ടറും സബ് കളക്ടറും ഈ വിഷയത്തിൽ എന്താണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ച നിലപാടെന്ന് മനസ്സ് തുറന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അവരെടുത്ത തീരുമാനം വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.